ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒരു ചായയിൽ നിന്നങ്ങ് ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് അങ്ങനെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നിസ്കാരത്തിനൊക്കെ മുന്നേ തന്നെ ഇന്നത്തേക്കുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ബാച്ചായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ബാച്ച് കുറച്ച് നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പൊന്നിയരിയൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്പെഷ്യൽ റൈസാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം, റെഡ് കളറും യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു സവാള, ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് കുറച്ച് ബട്ടർ ഇല്ലായിരുന്നു, അപ്പോൾ നെയ്യിൽ ചെറുതായിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈ ചെയ്ത് ചെമ്മീൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ ചെമ്മീനകത്ത് കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ടേസ്റ്റ് വരും അപ്പോഴത്തേക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ടയും ഏത്തപ്പഴവും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യില്ല, നെയ്യിലിങ്ങനെ വാട്ടിയെടുക്കുക. അതൊക്കെ ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം രാവിലെ ഒരു പാരലായിട്ട് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ രാവിലെ ഓരോരോ ജോലിയും ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ് സാധാരണ എല്ലാ ദിവസങ്ങളിലും ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. അടുക്കളയിലുള്ള ഓരോരോ പ്രവൃത്തികളും ഇങ്ങനെ ഓരോ പാരലായിട്ട് ഇങ്ങനെ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ശരിക്കും ഒരു കണ്ടിന്യൂഷൻ കാണുന്നില്ല അല്ലേ. വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ശരിക്കും അരി ചോറെടുത്തത് കറക്റ്റ് ഏകദേശം അളവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോഴേക്കും ലഞ്ച് ബോക്സൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ആ ഒരു ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് വാട്ടർമെലൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്നാക്കിനും ഈ സെയിം വാട്ടർമെലൺ തന്നെയാണ് കേട്ടോ ഇളയാൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലഞ്ചിനൊരു എഗ്ഗ് ബോയിൽ ചെയ്തതും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനത്തെ ഇന്നെല്ലാം എടുത്ത് വയ്ക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾ അപ്പോഴത്തേക്കും എല്ലാം കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അന്നേരം പഴം വാട്ടിയതും മുട്ടയും പിന്നെ കുറച്ച് ചോക്കോസ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്കോസ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് 2 പേർക്കും. പിന്നെ കുറച്ച് തണ്ണിമത്തൻ ഞാൻ വൈകുന്നേരത്തേക്ക് ഇവർ വരുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടാണ് ഞാൻ ഓഫീസിൽ പോയത്. ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ഉള്ള റുട്ടീൻ തന്നെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ എടുത്ത് വെച്ചിട്ട് അതെല്ലാം ഒന്ന് കഴുകൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ക്ഷീണിച്ച് വരുമ്പം ആ ഒരു പണി ചെയ്യൽ. പിന്നെ കഴുകി ഉണക്കി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് ചെമ്മീൻ നന്നാക്കാനുണ്ടായിരുന്നു, അതും ഒന്ന് നന്നാക്കി വെച്ചു. സ്നാക്സൊക്കെ എല്ലാം എടുത്ത് വെക്കാനുള്ളതെല്ലാം ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.